നമസ്കാരം. യോഗനാഥം ന്യൂസ് ടീം ഇന്നുള്ളത് തിരുവനന്തപുരം ഉള്ളൂരിലുള്ള മാധവീയം ആയുർവേദ ഹോസ്പിറ്റലിലാണ്. എന്നോടൊപ്പം ഇന്ന് സക്സസ് സ്റ്റോറിയിൽ ചേരുന്നത് മാധവീയം ഹോസ്പിറ്റലിന്റെ MD ആൻഡ് ചെയർമാൻ ഡോക്ടർ TS ജയൻ, അദ്ദേഹത്തിന്റെ പത്നി ജയശ്രീ വാമൻ എന്നിവരാണ്. രണ്ടുപേർക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. സർ, ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ വെബ് പേജ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ആദ്യം കണ്ടത് ആധികാരികമായ ആയുർവേദ ചികിത്സ ഉറപ്പാക്കുകയും അതിൻ്റെ പരിശുദ്ധി നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം എന്നാണ് ഒരു മോട്ടോ വാചകമായിട്ട് അതിനകത്ത് കണ്ടത്. എങ്ങനെയായിരുന്നു ഈ മാധവീയം എന്ന പ്രസ്ഥാനത്തിലേക്കുള്ള എത്തിച്ചേരൽ? എങ്ങനെയായിരുന്നു? മാധവിക്കുട്ടി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പേരാണ്. ഞാൻ ആയുർവേദത്തിന് ചേർന്നപ്പോഴത്തേക്ക് ആയുർവേദം BAMSന് 1980 ചേരുന്ന സമയത്ത് എനിക്ക് ആയുർവേദം പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനുമുള്ള, അമ്മയ്ക്ക് ആയുർവേദമായിട്ട് ബന്ധമില്ല, പക്ഷേ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായിരുന്നു അന്ന്. BAMS കഴിഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് അന്ന് 86 കാലഘട്ടത്തിൽ ഞാൻ പ്രാക്ടീസ് BAMS കഴിഞ്ഞു. അത് കഴിഞ്ഞ് PGക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഇന്ന് കാണുന്നത് പോലെ ആയുർവേദ മെഡിസിൻ മാനുഫാക്ചറിങ് ഇതെന്ന് പറഞ്ഞൊരു വലിയ ഇൻഡസ്ട്രി അല്ല. കോട്ടയ്ക്കൽ, ധന്വന്തരിമഠ അങ്ങനെ വിരലിലെണ്ണാവുന്ന ഫാർമസികളേ ഉള്ളൂ. അപ്പോൾ അവരുടെയൊക്കെ ഏജൻസി കിട്ടണമെന്ന് പറഞ്ഞാൽ തന്നെ അന്ന് വലിയ പ്രയാസമാണ്. അപ്പം മരുന്ന് ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് ഒരു രോഗി വന്നാൽ ആ രോഗിക്ക് വേണ്ട മരുന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്ത് ചികിത്സിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ അന്ന് മരുന്നുകൾ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ശരിക്കൊരു സഹായിയായിട്ട് നിന്നത് തന്നെ എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയുടെ സ്മരണാർത്ഥമാണ് എൻ്റെ ആശുപത്രിയുടെ പേര് മാധവീയം എന്നാക്കിയത് തന്നെ. അപ്പോൾ ഈ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ആക്ച്വലി ഞാൻ ആയുർവേദത്തിൽ BAMS കഴിഞ്ഞു. എന്നിട്ട് മർമ്മശാസ്ത്രത്തിൽ ശല്യതന്ത്രം എന്നാണ് ആയുർവേദത്തിലെ PGയുടെ പേരെങ്കിലും ആയുർവേദിക് ഓർത്തോപീഡിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ന്യൂറോളജി ഇതെല്ലാം വരും. അപ്പോൾ അതിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത്. അപ്പം മെയിനായിട്ട് ഇവിടുത്തേതെന്ന് പറയുന്നത് സ്പെഷ്യാലിറ്റിയാണ്. അസ്ഥി സംബന്ധമായിട്ടുള്ള ചികിത്സകൾ, മർമ്മ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ജനറൽ കണ്ടീഷൻസ് ചികിത്സിക്കുന്നുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന ചികിത്സ. ട്രൊമറ്റോളജി ഉണ്ട്. മർമ്മ എന്ന് പറയുന്ന ട്രൊമറ്റോളജിയാണ്. ആയുർവേദത്തിലെ പുരാതന കാലങ്ങളിൽ ഇടി, ചതവ്, ഒടിവ് ഇതൊക്കെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരു ശാഖയാണ് ആയുർവേദത്തിലെ ശല്യതന്ത്രത്തിലെ മർമ്മ ചികിത്സയാണ് ഇവിടുത്തെ പ്രധാന സ്പെഷ്യാലിറ്റി. അതിനോടൊപ്പം തന്നെ നട്ടല് സംബന്ധമായിട്ടുള്ള, ഡിസ്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള പല അസുഖങ്ങളും നമുക്ക് അലോപ്പതിയിൽ ചികിത്സ ഇല്ല എന്ന് പറയുന്ന പല അസുഖങ്ങൾക്കും ആയുർവേദത്തിലൂടെ നമുക്ക് സക്സസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. സാർ, എനിക്ക് തോന്നുന്നു ഈ മാധവീയത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് ഒരു ഗവൺമെന്റ് സർവന്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കരിയർ ഞാൻ ആദ്യമായിട്ട് 91 PG കഴിഞ്ഞു. PG കഴിഞ്ഞിട്ട് 92 ആയുർവേദ മർമ്മ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ടാണ് എൻ്റെ സർവീസ് ആരംഭിക്കുന്നത്. അത് ഇടുക്കി ഡിസ്ട്രിക്ട് തൊടുപുഴ ജില്ലാ ആശുപത്രിയിലായിരുന്നു. അവിടുന്ന് ശേഷം കാഞ്ഞിരംകുളത്ത് മർമ്മ ആശുപത്രിയിൽ 15 കൊല്ലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ വർക്കല ജില്ലാ ആശുപത്രിയിൽ മർമ്മ സ്പെഷ്യലിസ്റ്റായിട്ട് ഏതാണ്ട് 5-6 കൊല്ലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ, സീനിയർ മെഡിക്കൽ ഓഫീസറായിട്ട് എനിക്ക് ഗവൺമെൻറ് സർവീസിൽ കഴിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ചീഫ് മെഡിക്കൽ ഓഫീസർ, സൂപ്രണ്ട്, DMO, അങ്ങനെ ജോയിൻറ്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ 2019 റിട്ടയർ ചെയ്തത്. 2019 ഞാൻ സർവീസ് വിട്ടതിന് ശേഷമാണ് മാധവീയം എന്ന് പറഞ്ഞ ഈ ആശുപത്രി തുടങ്ങുന്നത്. സാറിൻ്റെ കരിയറിൽ സാർ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഈ സ്പോർട്സിൽ ഒരു വിഭാഗം തന്നെ അല്ലേ, ഈ അസ്ഥി സംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് കായിക താരങ്ങളെ വളരെയധികം അവർക്ക് പ്രയോജനകരമായ ഒന്നായിരുന്നു അത്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള നമ്മുടെ ഈ മർമ്മ സ്പെഷ്യലിസ്റ്റായിട്ട് ഇരിക്കവേ തന്നെ ഇപ്പോൾ കാഞ്ഞിരംകുളത്തും വർക്കല ജില്ലാ ആശുപത്രിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് സ്പോർട്സ് ഇഞ്ചുറീസ് ഒത്തിരി, സ്പോർട്സ് സംബന്ധമായിട്ടുള്ള പരിക്കുകളോടുകൂടി ധാരാളം കായിക താരങ്ങൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഓതൻറ്റിക് ആയുർവേദ ചികിത്സ ചെയ്യുന്നതിന് പകരം പല ലോക്കലായിട്ടുള്ള ആൾക്കാർ എന്നുവെച്ചാൽ ഇതിനെക്കുറിച്ച് ഇഞ്ചുറിയും അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള നോളേജ് ഇല്ലാതെ പാരമ്പര്യമായിട്ടുള്ള വ്യാജവൈദ്യന്മാരുടെ അടുത്ത് പോയി ചികിത്സിച്ച് പല കായിക താരങ്ങളുടെയും ഭാവി നശിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഒരു പേരുദോഷം ആയുർവേദത്തിനാണ് വന്നിട്ടുണ്ടായത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിജ്ഞാനം ഇല്ലാത്ത ആൾക്കാർ ഈ നമ്മുടെ കായിക താരങ്ങളെ ചികിത്സിച്ചതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ ദോഷങ്ങൾ
പരാജയങ്ങൾ, ആ വ്യക്തിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ആ കായിക താരത്തിൻ്റെ കായിക ഭാവി തന്നെ നശിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴോ ഇതിൽ ആയുർവേദത്തിന് എന്നാൽ നന്നായിട്ട് ചെയ്യാനും കഴിയും. അപ്പോൾ ഓതൻറ്റിക് ആയിട്ട് ഞങ്ങളൊരു ഇതിനെങ്ങനെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും, ആധികാരികമായിട്ട് ചികിത്സിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളുടെ ആ കാലഘട്ടത്തിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർമാരെ, മർമ്മ ഡോക്ടർമാരും മറ്റ് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരും കൂടിയാലോചിക്കുകയും ഒരു വിശദമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് നൽകുകയും ഗവൺമെൻറ് അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് സ്പോർട്സ് ആയുർവേദ യൂണിറ്റ് നമ്മുടെ ISM ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തുടങ്ങുകയും പല കായിക താരങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം നേടുകയും ചെയ്തു. ഇപ്പം ലോകത്തിൻ്റെ മുമ്പിൽ ആയുർവേദത്തിലൂടെ സ്പോർട്സ് ഇഞ്ചുറീസ് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് നമുക്കിപ്പോൾ ആധികാരികമായിട്ട് തെളിയിക്കാനും കഴിയും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പലരും അല്ലെ, ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആണെങ്കിലും ഫുട്ബോൾ പ്ലെയേഴ്സ് ആണെങ്കിലും ഒക്കെ കേരളത്തിൽ അവർ ആയുർവേദ ശരിക്കുള്ള തനതായിട്ടുള്ള ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി അവർ ആദ്യം തിരഞ്ഞെടുക്കുന്നത് കേരളം തന്നെയാണ്. സ്പോർട്സ് ഇഞ്ചുറി മാനേജ്മെൻറ്റ്, ഇഞ്ചുറി ഉണ്ടായാൽ അതിനെ എങ്ങനെ നമ്മൾ ആയുർവേദത്തിലൂടെ ചികിത്സിക്കാൻ പറ്റും, ഇഞ്ചുറി വരാതെ അവരുടെ ശരീരത്തിനെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും, ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ഇഞ്ചുറി ഹീൽ ചെയ്ത് എത്രയും പെട്ടെന്ന്. സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു ടീം വർക്കായിരിക്കും പലപ്പോൾ. അപ്പോൾ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ടീമിൻ്റെ ഇന്നെവിറ്റബിൾ പാർട്ടായിരിക്കും, മാറ്റി നിർത്താൻ പറ്റാതെ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു കായിക താരത്തെ നമ്മൾ കായിക രംഗത്തേക്ക് തിരിച്ച് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചികിത്സയുടെ പരമപ്രധാനം. എത്രയും പെട്ടെന്ന് വളരെ കുറച്ച് ചുരുങ്ങിയ ദിനം കൊണ്ട് അവരുടെ പരിക്ക് ഭേദമാവുകയും ചെയ്യണം, അവരുടെ പെർഫോമൻസ് ലെവല് പഴയ ലെവലിലോട്ട് എത്തിക്കുകയും വേണം. അതാണ് സ്പോർട്സ് ആയുർവേദം കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിലെ ഈ ആയുർവേദം വളരെയധികം പ്രശസ്തി നേടിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. പലരും ആയുർവേദം പഠിക്കാനായിട്ട് വിദേശികളായിട്ടുള്ള പലരും കേരളത്തിൽ എത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ നമുക്ക് ഈ ആയുർവേദം എന്ന് പറയുമ്പോൾ എന്താ ഒരു വാദസംബന്ധമായ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശാഖ എന്നൊരു മാറ്റി നിർത്തപ്പെടലുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടോ? ശരിക്ക് വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ വൈദ്യശാസ്ത്രം മൊത്തമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യാലിറ്റി ചികിത്സ വൈദ്യശാസ്ത്ര രംഗത്ത് ആദ്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത ആയുർവേദത്തിലാണ്. സ്പെഷ്യാലിറ്റി ചികിത്സ, അതായത് ഇപ്പോൾ കണ്ണ്, മൂക്ക്, ചെവിയൊക്കെ ആയുർവേദത്തിൽ ശാലാക്യ തന്ത്രം എന്ന് പറയും. ആയുർവേദത്തിലെ അഷ്ടാംഗങ്ങളിൽ ഒന്നാണ് ശാലാക്യം. അതുപോലെ അസ്ഥി സംബന്ധമായിട്ടുള്ള സർജറി ലോകത്തിൽ ആദ്യമായിട്ട് വൈദ്യശാസ്ത്രത്തിൽ സർജറി ചെയ്തത് ശുശ്രുതനാണ്. ലോകത്തിലെ ആദ്യത്തെ സർജൻ എന്നത് ശുശ്രുതനാണ്, ആയുർവേദാചാര്യനാണ്. ശുശ്രുത സംഹിത, അതിൽ ശല്യതന്ത്രം, സർജറിക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യാലിറ്റി ആദ്യമായിട്ട് അത്രയും റിസർച്ചും ഡോക്യുമെൻറ്റേഷനും നടത്തിയ ശുശ്രുതാചാര്യനാണ്. ജനറൽ മെഡിസിൻ ചികിത്സ ചരകൻ. അപ്പം കായ ചികിത്സ എന്നാണ് ആയുർവേദത്തിൽ അതിൽ പറഞ്ഞത്. അപ്പോൾ 8 സ്പെഷ്യാലിറ്റി ആദ്യമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ വൈദ്യശാസ്ത്ര രംഗത്ത് കാണിച്ച വൈദ്യശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് നോഹോ അല്ലെങ്കിൽ അത്രയ്ക്ക് വിജ്ഞാനം ഉണ്ടായിരുന്ന ആചാര്യന്മാരായിരുന്നു അവർ. അന്ന് നമുക്ക് എക്സ്റേ ഇല്ല, ലാബ് പരിശോധനയില്ല, മറ്റ് പരിശോധനകളില്ല. ആയുർവേദത്തിൻ്റെ രീതിയിലുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ഓരോ വ്യക്തിയും അനലൈസ് ചെയ്ത് അവരുടെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ, അതിൻ്റെ ഡയഗ്നോസിസ് ചെയ്ത് ചികിത്സ വ്യക്തമായിട്ട് പറയുന്ന ഒരു സമ്പൂർണ്ണ വൈദ്യശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് അത് ഈ കാലഘട്ടത്തിലും ഇത്രയും ഇതോടുകൂടി ജനോപകാരപ്രദമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആധികാരിക എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പലപ്പോഴും ഈ അലോപ്പതി ഡോക്ടർമാരും മറ്റും പറയുന്ന ഒരു ആക്ഷേപമാണ്, അതായത് ഇപ്പോൾ ഒരാൾക്കൊരു നടുവേദന വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു, അതായത് ഈ അസ്ഥി സംബന്ധമായി അത് അവിടെ നമ്മൾ ആയുർവേദത്തിൽ പോയി അവരത് തടവി കുളവാക്കി, നെർവ് പോയി വീണ്ടും നമ്മൾ എന്താ അലോപ്പതി ഡോക്ടറെ അടുത്ത് എത്തി. അത്തരത്തിലൊരു ആക്ഷേപം എന്തുകൊണ്ടാണ് ഇങ്ങനെ? ശരിക്ക് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് എല്ലാം ഡോക്യുമെൻറ്റഡ് ആണ്. ഈ ആശുപത്രിയിൽ ഞാനൊരു 92 മുതൽ ഈ ചികിത്സാ രംഗത്ത് നിൽക്കുന്ന ആളാണ്. അപ്പം നമ്മൾ അടുത്ത് വരുന്ന ഒരു രോഗിക്ക് ഏത് അവസ്ഥയിലാണ് ആയുർവേദം ഏറ്റവും ഫലപ്രദമാവുക, അത്തരം രോഗങ്ങളെ നമ്മൾ ചികിത്സിക്കും. ഇപ്പോൾ നടുവേദന വരുന്നു, പല കാരണങ്ങൾ കൊണ്ട് നടുവേദന. എന്ത് കാരണം കൊണ്ട് നടുവേദന എന്ന് പറഞ്ഞാൽ ഒരു സിംറ്റമേ ആവുന്നുള്ളൂ. എന്ത് കാരണം കൊണ്ട് നടുവേദന വരുന്നു, ആ കാരണം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ട് ആയുർവേദം കൊണ്ട് പരിപൂർണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന കണ്ടീഷനുള്ള രോഗിയാണെങ്കിൽ നമുക്ക് 100% സക്സസ് ആയിരിക്കും. വേറെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒരു മെറ്റാസ്റ്റേസിസ്, ക്യാൻസർ വന്ന് മെറ്റാസ്റ്റേസിസ് വരും, പ്രസൻറ്റ് ചെയ്യുന്നത് നടുവേദനയായിരിക്കും. അത്തരം കേസുകളിൽ നമ്മൾ ആയുർവേദത്തിലൂടെ ചികിത്സിച്ച് ഞരമ്പിനിതായി എന്നുള്ളതിൽ ഇപ്പോൾ ഡിസ്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരും. ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മലവും മൂത്രവും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പേഷ്യൻറ്റിനെ നമ്മൾ സർജറിക്ക് തന്നെ വിടണം. അതിന് ആയുർവേദം ഫലപ്രദമല്ല. ആ അവസ്ഥയിൽ അയാൾക്ക് സുഷുപ്ന നാഡിയിൽ ഞെരുക്കം വന്നു കഴിഞ്ഞാൽ അയാളെ ബ്ലാഡർ കൺട്രോളും അല്ലെങ്കിൽ മലം പോകാനുള്ള ഞരമ്പുകളുടെ കൺട്രോളും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുക്കാതെ പെർമനൻറ്റ് ഡാമേജും. അപ്പോൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട്
ശാസ്ത്രീയമായിട്ട് ആയുർവേദം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് വരുന്ന ഒരു രോഗിക്കും നിരാശപ്പെട്ടു പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് കറക്റ്റായിട്ടുള്ള വൈദ്യവിദ്യാഭ്യാസം ലഭിക്കാതെ ഒത്തിരി ആൾക്കാർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പേരുദോഷം ആയുർവേദത്തിന് വന്ന് ഭവിക്കുന്നതാണ്. വ്യക്തമായിട്ട് പഠിച്ച് നല്ല ആയുർവേദ ഡോക്ടർമാർ, നല്ല രീതിയിൽ പഠിച്ചു വന്ന ഡോക്ടർമാർക്ക് ആർക്കും ആ പാളിച്ചകളില്ല. പക്ഷേ ഇങ്ങനെ വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഓതൻറ്റിക് അല്ലാത്ത അല്ലെങ്കിൽ അക്കാഡമിക് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ ആയുർവേദം കൈകാര്യം ചെയ്യുമ്പോൾ വരുന്ന ആക്ഷേപങ്ങളാണ് ആയുർവേദത്തിന് മൊത്തമായിട്ട് ഈ വരുന്നത്. ഇപ്പോൾ നമുക്ക് മാധവീയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ ഏത് രീതിയിലുള്ള ചികിത്സാ രീതികളാണ്, ഇവിടെ ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ പ്രധാനമായിട്ട് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു യുഗം നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ യുഗമാണ്. കമ്പ്യൂട്ടർ യുഗത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നട്ടല്, കഴുത്ത് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ്. അതിൻ്റെ തന്നെ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളായിട്ടുള്ളത് ഇവിടെ വരുന്ന ഒരു 90% രോഗികളും ഡിസ്ക് സംബന്ധമായിട്ടുള്ള ഇൻ്റർവെർട്ടബിൾ ഡിസ്കിന് അസുഖം ബാധിച്ചിട്ട് വരുന്ന അസുഖമുള്ളവരാണ് പലരും വരുന്നത്. അത് പലരും ആയുർവേദ അലോപ്പതി ചികിത്സ പോകുന്നു, സർജറി റെഡ്യൂസ് ചെയ്യുന്നു. ഇപ്പം തന്നെ നമുക്കിവിടെ നോക്കാം, ലിവിങ് എവിഡൻസസ് ഉണ്ട്. ഇപ്പം തന്നെ ഇവിടെ കിടക്കുന്ന രോഗികൾ മനസ്സിലായില്ല, സർജറി അഡ്വൈസ് ചെയ്തിട്ട് ഇവിടെ വന്ന് 100% സക്സസ് ആയിട്ട് പോകുന്നു. പിന്നെ ഫോളോ അപ്പിൽ ഇരിക്കുന്നവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളും എക്സസൈസും സ്പൈനൽ എക്സസൈസും ചെയ്ത് അസുഖം പിന്നെ പുനർഭവിക്കാത്ത വീണ്ടും വരാത്ത അവസ്ഥയിലാണ് നമ്മൾ ചികിത്സയുടെ രീതി. നമുക്ക് വ്യക്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുണ്ട്. ഏത് ഡിഗ്രി, ഇപ്പം ഡിസ്ക് ബൾജിങ്ങിന്, പ്രൊട്രൂഷന് അല്ലെങ്കിൽ പ്രൊലാപ്സിന്, ഇങ്ങനെയുള്ള ഏത് കണ്ടീഷനും നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് ഇവിടെ രോഗികൾക്ക് ചികിത്സ നൽകുന്നത്. വ്യക്തമായിട്ടുള്ള ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോകുന്നത്. അവർ വരുന്ന സമയത്തുള്ള ക്ലിനിക്കൽ ഇവാലുവേഷൻ, പോകുന്ന സമയത്തുള്ള ക്ലിനിക്കൽ ഇവാലുവേഷൻ, പിന്നെ ഫോളോ അപ്പ്. സർ, ഈ നട്ടിൽ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ മിനിമം നമ്മൾ എത്ര കാലത്തെ ഒരു ചികിത്സ വേണ്ടി വരും? അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഷ്യൻ്റ് ആണോ? ഡിപ്പെൻഡ് അപ്പോൺ ദി പേഷ്യൻ്റ് ആണ്, അത് കറക്റ്റാണ്. ഒരു സിവിയറിറ്റി അതിനുണ്ട്, ഏത് ഗ്രേഡിലുള്ളതാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മൈൽഡ് ബൾജിങ് കൊണ്ട് മാത്രമാണ്, ഫസ്റ്റ് ഡിഗ്രി ബൾജിങ് ആണെങ്കിൽ നമുക്കൊരു 3 ആഴ്ച കൊണ്ട് അസുഖം ഭേദമാകും. നേരെ മറിച്ച് ഒരു ഡിസ്ക്, ഒരു പ്രൊട്രൂഷൻ എന്നുള്ളൊരു സ്റ്റേജ് വരികയാണെങ്കിൽ 3 to 6 വീക്സ് വരെ എടുക്കാറുണ്ട്. ചിലർക്ക് നമുക്കൊരു 45 ഡേയ്സിനപ്പുറം വേണ്ടി വന്നേക്കാം. പക്ഷേ ന്യൂറോളജിക്കൽ ഡിഫിസിറ്റ് മീൻസ് ഈ കാർഡിയാക് കംപ്രഷൻ വന്ന് ന്യൂറോളജിക്കൽ ഡിഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് സർജറി ചെയ്യണം. അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജുള്ളത് വരെ നമുക്ക് സക്സസ് ആണ്. ഇപ്പോൾ നമ്മളെ ഈ പണ്ട് കാലത്തൊക്കെ നമുക്ക് കൈവേദന, കാൽവേദന എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വയസ്സായ ആളുകൾ പറയുന്നതാണെന്ന് പറയും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒരു 20+ മുതലുള്ളവരൊക്കെ ഈ പല റുമറ്റോളജിക്കൽ പ്രോബ്ലംസും പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഈ വാദസംബന്ധമായ അസുഖങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം കൂടുന്നത്? ഇതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഔഷധം, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ രോഗി എങ്ങനെ ചെയ്യും? ഔഷധം കൊടുത്ത് ചികിത്സിക്കാം. അവൻ്റെ ആഹാര രീതി, അവൻ്റെ ആക്ടിവിറ്റീസ്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഇപ്പം കുഞ്ഞിലേ തന്നെ നമുക്ക് ഇനാക്ടിവിറ്റി, പല കുട്ടികൾക്കും എക്സസൈസ് ചെയ്യാറില്ല, യാതൊരുവിധ വ്യായാമമില്ല. ഗുഡ് ഫുഡ് എന്താണെന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. ഇപ്പോൾ ചിക്കൻ മട്ടൻ കഴിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? നമ്മൾ എല്ലാം ഹിതവും മിതവുമായിട്ടുള്ള ഒരു സമീകൃത ആഹാര രീതിയായിരിക്കണം പുറകെ പോകേണ്ടത്. ഇപ്പോൾ ബേക്കറി കിട്ടുന്ന ആഹാരം, അജ്ഞാതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കരുത് എന്നാണ് ആയുർവേദം ഞങ്ങൾ പറയുന്നത്. നമ്മൾ വീട്ടിലൊരമ്മ ഒരു കുഞ്ഞിന് ആഹാരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ചേരുവകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. നേരെ മറിച്ച് പുറമേ നിന്ന് നമ്മളൊരു ആഹാരം മേടിക്കുമ്പോൾ ആ ആഹാരത്തിൽ എന്തൊക്കെ ചേരുവകൾ അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അജ്ഞാതമായിട്ടുള്ള ആഹാരങ്ങൾ പലതും രുചിയുടെ പിറകെ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ മണത്തിൻ്റെ രുചിയും മണവുമാണ് ഇതിൻ്റെ അട്രാക്ഷനായിട്ട് വരുന്നത്. അതിൻ്റെ പിറകെ പോകുമ്പോഴത് നല്ല ആഹാരങ്ങളല്ല നമ്മുടെ തലമുറ ഇപ്പോൾ കഴിക്കുന്നത്. ഇതെല്ലാം ശരീരത്തിന് ദോഷങ്ങളുണ്ടാക്കും. ആയുർവേദ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഫിസിയോളജിക്കൽ ഹാർമോണി, അതായത് അസുഖമില്ലാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ ശരീരം 3 വാദം, പിത്തം, കഫം, 3 ത്രിദോഷങ്ങളാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം, ഏത് ആഹാരമായിരുന്നാലും, നമ്മൾ ചെയ്യുന്ന ആഹാരമായിരുന്നാലും ഉറക്കമായിരുന്നാലും വ്യായാമമായിരുന്നാലും ശരീരത്തിന് ഹിതമായിരിക്കണം. ഹിതമായിട്ടുള്ളതാണ് ആരോഗ്യം, അഹിതമായിട്ടുള്ളത് രോഗമാണ്. അപ്പോൾ അഹിതമായിട്ടുള്ള ആഹാരം കഴിക്കുക, അഹിതമായിട്ടുള്ള വ്യായാമം, അഹിതമായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഹാർമോണിയെ തെറ്റിക്കുന്നതാണ് അസുഖമായിട്ട് വരുന്നത്. ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റ് അതാണ്. ത്രിദോഷങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു അസുഖവുമില്ല. നമ്മുടെ ശരീരം പെർഫെക്റ്റാണ്. ഇപ്പം മോഡേൺ സയൻസിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ നമ്മളെ ഇമ്മ്യൂണിറ്റി പെർഫെക്റ്റ് ആണെങ്കിൽ ഒരു രോഗവും നമ്മുടെ ശരീരത്തെ ബാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, വാക്സിനുള്ള രോഗങ്ങൾ ഒത്തിരിയുണ്ട്, വാക്സിൻ ഇല്ലാത്തത് 10,000-ങ്ങളുണ്ട്.
അപ്പോൾ നമുക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വാക്സിൻ വന്ന് പല രോഗങ്ങളെയും നമുക്ക് ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വാക്സിൻ ഇല്ലാത്ത പുതുതായിട്ട് വന്ന എമർജിങ് ഡിസീസ് വാക്സിൻ കൊടുത്തിട്ടും തിരിച്ചു വരുന്ന രോഗങ്ങൾ, മനുഷ്യരാശിയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. ശരിയായിട്ടുള്ള ആഹാര രീതി, ശരിയായിട്ടുള്ള ജീവിത രീതി, ശരിയായിട്ടുള്ള ഉറക്കം എല്ലാം കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം, നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി ഹൈ ആണെങ്കിൽ ഒരു രോഗം നമ്മുടെ ശരീരത്തെ ബാധിക്കത്തില്ല. ഇത് തന്നെയാണ് ആയുർവേദം പറയുന്നത്. അതിനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആയുർവേദത്തിൽ പറയുന്ന, ദിനചര്യയിൽ പറയുന്ന കാര്യങ്ങൾ 100% ഈ കാലഘട്ടത്തിൽ അതേപടി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും അതിനോട് സത്യസന്ധത പുലർത്തിക്കൊണ്ട് ജീവിക്കാം എന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയും ആരോഗ്യവും നമുക്ക് നിലനിർത്താൻ കഴിയും. സാർ, ഇപ്പോൾ ഈ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ഈ വിരുദ്ധ ആഹാരം എന്ന് പറയും, അതായത് തൈര്, മാംസ വിഭവങ്ങൾ, അതുപോലെ തന്നെ മത്സ്യ വിഭവങ്ങളൊന്നും തൈരിൻ്റെ കൂടെ കഴിക്കുക, അങ്ങനെ കുറച്ച് വിരുദ്ധാഹാരങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ? വിരുദ്ധാഹാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജഠരാഗ്നിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിന് ഹിതമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ, ഇപ്പം തേനും നെയ്യും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വിരുദ്ധമാണെന്ന് പറയും. പക്ഷേ തുല്യ അളവിൽ ചേർത്താലാണ് അത് വിരുദ്ധമാണത്. അതിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് കഴിച്ചാൽ, ഇപ്പോൾ തൈര്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികൾ ഇത് കഴിക്കാറുണ്ട്, തൈരും ചിക്കനും എല്ലാം കൂടെ. പക്ഷെ അത് കഴിക്കേണ്ട അളവിൽ ഹിതവും മിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വലുതായിട്ടുണ്ടല്ലോ. അത് ശരിയാണെന്ന് ആയുർവേദം പറയുന്നില്ല. അപ്പോൾ നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ, ആയുർവേദം നോൺ വെജിനെതിരല്ല. മാംസം ചേർന്ന പല ഔഷധങ്ങളുമുണ്ട്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഇതെന്ന് പറഞ്ഞാൽ ആയുർവേദം ഒരിക്കലും മാംസത്തിൻ്റെ ഗുണങ്ങളെല്ലാം ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അത് ഏത് രീതിയിൽ എങ്ങനെ സംസ്കരിച്ച് കഴിക്കണം, ഏതെല്ലാം ആഹാരങ്ങളുടെ കൂട്ടത്തിൽ കഴിക്കണം, ഇതെല്ലാം ആയുർവേദം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ അളവിൽ കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അസുഖമൊന്നും വരുന്നില്ല. വിരുദ്ധം എന്ന് പറയുമ്പോൾ അതിന് ചേരുന്ന ചേരുവകളും അതിൽ ചേരുന്ന കോമ്പിനേഷനും അളവ് ഇതെല്ലാം ശരീരത്തിന് ഹാനികരമായിട്ട് ഭവിക്കാറുണ്ട് പലപ്പോഴും. സാറ്, നമുക്ക് എല്ലാവരുടെയും വിജയത്തിൻ്റെ പിന്നിൽ എപ്പോഴും ഒരു സ്ത്രീ ശക്തി ഉണ്ടെന്ന് പറയും. സാറിൻ്റെ മാധവീയത്തിന് ഡോക്ടർ ജയശ്രീ വാമൻ നൽകിയ സംഭാവന എന്തൊക്കെയാണ്? ഞങ്ങൾ രണ്ടുപേരും വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്തതാണ്. വേറൊരു ഡൗട്ട് തോന്നിയത് എങ്ങനെയാണ് ഈ അലോപ്പതിയും ആയുർവേദവും കൂടെ ഒന്നിച്ചതെന്നുള്ളതാണ്. ശരിക്ക് വിജയത്തിന്റെ ഒരു 100% ക്രെഡിറ്റ്, എൻ്റെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഞാൻ പറഞ്ഞല്ലോ ആയുർവേദത്തിലോട്ട് വരാനും. അതിന് വേറൊരു കഥയുണ്ട് ആയുർവേദം വരാൻ. അമ്മ ഒരു ഉൾപ്രേരകമായിട്ട് നിന്നു. അമ്മ ഈ ലോകത്തുനിന്ന് പോയതിന് ശേഷം ആയുർവേദം പ്രാക്ടീസ് ചെയ്യാനും എനിക്ക് വേണ്ട ധൈര്യവും ഇതിന് വേണ്ട ഫുൾ സപ്പോർട്ടും എൻ്റെ പ്രാക്ടീസിൽ, എനിക്ക് പലപ്പോഴും കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല പല കാര്യങ്ങളിലും, ഇത് പ്രാക്ടീസും തിരക്കും രോഗികളും കാരണം. പക്ഷേ എൻ്റെ വൈഫെന്ന് പറഞ്ഞാൽ അവർ ഇപ്പം മെഡിക്കൽ കോളേജിൽ ഗൈനക്കിലെ പ്രൊഫസറാണ്. അവർ MRCOG വരെ എടുത്തു, ഗൈനക്കിൽ എടുക്കാവുന്ന എല്ലാ ഡിഗ്രികളും എടുത്തിട്ടുണ്ട്. ഈവൻ ദോ ഷീ ഈസ് കോൺസെൻട്രേറ്റിംഗ്, അവരെ കുടുംബത്തിന് ഫുൾ സപ്പോർട്ട് കൊടുത്തു കുഞ്ഞുങ്ങളുടെ കാര്യത്തിന്. ഞാൻ പ്രാക്ടീസിലോട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു സക്സസ് സ്റ്റോറിയിലോട്ട് വരാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിജയത്തിൻ്റെ നട്ടെല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് തന്നെയാണ്, സംശയമൊന്നുമില്ല. മാഡത്തിന് എന്താണ് പറയാനുള്ളത്? അലോപ്പതി ആയുർവേദം കോമ്പിനേഷൻ ചോദിച്ചല്ലോ, അത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അലോപ്പതി. പിന്നെ നമ്മൾക്ക് ഇഷ്യൂസ് വരാത്ത മെയിൻ തിങ്സ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ ഡിസ്കഷൻസ് അങ്ങനെ അതിന് എതിരായിട്ട് സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. മ്യൂച്വലി എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഇപ്പോൾ എനിക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും മേ ബി അപ്പോൾ അലോപ്പതി എൻ്റെ പേഷ്യൻസിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൺസോൾ ചെയ്യാം. ആയുർവേദത്തിലെ മെഡിക്കേഷൻസാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് അതിൻ്റെ ഒരു തറോ സയൻറ്റിഫിക് നോളജ് അത് അക്വയർ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് എല്ലാം റിസർച്ച് എല്ലാം നടത്തി ടെക്സ്റ്റ് ബുക്സ് എല്ലാം അതെല്ലാം വായിച്ച് ഒരു തറോ നോളജ് വെച്ചിട്ടാണ് ഇതിൽ. പക്ഷേ മെഡിക്കേഷൻസ് എഴുതുന്നതും ആ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾസും എല്ലാം ആയുർവേദിക് ആസ്പെക്റ്റിലാണ്. ഇപ്പം എനിക്ക് മാധവീയത്തിൽ ഒബ്സർവ് ചെയ്യാൻ ചെയ്ത് പറ്റിയ കാര്യം അത് തന്നെയാണ്. ഓരോ പേഷ്യൻറ്റും അവർക്കൊരു ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോളുണ്ട് ഓരോ പർട്ടിക്കുലർ ഡിസീസസ് വരുന്നത്. അപ്പോൾ അവരുടെ എല്ലാം ഡയഗ്നോസ്റ്റിക് ആസ്പെക്റ്റിൽ മേ ബി നമ്മുടെ മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തായിരിക്കും ഡയഗ്നോസ് ചെയ്യുന്നത്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റ് വരുമ്പോഴത്തേക്ക് അത് പ്യുവർ ആയുർവേദം തന്നെയാണ്. അതിനകത്തൊരു മിക്സിങ് ഓഫ് അലോപ്പതി നമ്മൾ യൂഷ്വലി കാണുന്ന ആ ഒരു രീതിയിൽ ഈവൻ ഒരു പെയിൻ കില്ലർ പോലും അങ്ങനെ എഴുതാറില്ല. അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ തന്നെ എന്നെ വിളിച്ച് ചോദിച്ചിട്ട് മേ ബി എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലോ അല്ലെങ്കിൽ മക്കളുടെയോ, അവരും അലോപ്പതിക് ഡോക്ടേഴ്സ് ആയതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതാണ്. മാഡം, എന്തായാലും ഒരു ഗൈനക്കോളജി സൈഡിൽ നിന്ന് ഒരാളത് ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഡെലിവറി കഴിയുമ്പോൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ അനസ്തീസിയ സ്പൈനിൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും പ്രസവം കഴിയുമ്പോൾ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആവലാതിപ്പെടുന്ന ഒരു കാര്യമാണ് ഈ നടുവേദന എന്ന് പറയുന്നത്.
അതിന് എങ്ങനെയാണ് ആയുർവേദത്തിൽ എത്രമാത്രം അതിന് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്? കാരണം നമ്മളിപ്പോൾ അലോപ്പതിയിലൊക്കെ ഇപ്പോൾ സാധാരണ സ്ത്രീകൾ എന്താ ചെയ്യുന്നത്, ഒരു പെയിൻ കില്ലർ കഴിക്കും, അല്ലെങ്കിൽ കുറച്ച് ചൂട് വെക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ വാങ്ങിച്ച് അപ്ലൈ ചെയ്യും. ഇപ്പോൾ പല ഓർത്തോ ഓയിലുകളും പരസ്യം നമ്മൾ ഒത്തിരി വിപണിയിൽ കാണുന്നുണ്ട്. എന്താണ് അങ്ങനെയുള്ള ഈ അതിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പേഷ്യൻസിനോട് പറയാനുള്ളത് എങ്ങനെയാണ്? അതായത് നമ്മുടെ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ഫിസിയോളജിക്കൽ സ്റ്റേറ്റാണ്. എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങളിലും ഉള്ളൊരു ഈ പ്രഗ്നൻസി ഒരു പുതിയ ജീവൻ നമ്മുടെ വയറ്റിൽ വളരുന്നതിന് നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ കുറേ ചേഞ്ചസ് നടക്കും. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ആ ഹോർമോൺ നമ്മുടെ ലിഗമെൻറ്റ്സ്, നമ്മുടെ മസിൽസ്, നമ്മുടെ എല്ലാ ബോഡിയിലെ ആസ്പെക്റ്റിനെ അതിനെ ലാക്സ് ആക്കും, ലൂസൻ ചെയ്യും. അപ്പോൾ ഈ ഡെലിവറി അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ലാക്സ് സ്റ്റേറ്റിൽ ഇരിക്കുകയായിരിക്കും. അതാണ് മെയിനായിട്ട് ബാക്ക് പെയിൻ. പിന്നെ ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ സർജറിക്ക് സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ അതൊരു പാർട്ടായിട്ട് വരും. പക്ഷേ മെയിൻലി ബാക്ക് പെയിൻ ഒക്കെ വരുന്നതിൻ്റെ റീസൺ ഇതെല്ലാം ലാക്സായി ഹോർമോണൽ ഇഫക്റ്റ് ഉണ്ട്. ബേബി അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫീമെയിൽ പെണ്ണുങ്ങളുടെ ശരീരം അത് അങ്ങനെ വഴങ്ങുന്നതാണ്. അപ്പോൾ ഇത് നോർമൽ സ്റ്റേറ്റിലേക്ക് പിന്നെ തിരിച്ചു വരാനായിട്ട് ഒരു മിനിമം 6 വീക്സ് എങ്കിലും എടുക്കും. ആ 6 വീക്സ് ടൈമിൽ പ്രോബബ്ലി ഈ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഒന്ന് ഹേസൺ അപ്പ് ചെയ്ത് ഒന്ന് നോർമലൈസ് ചെയ്ത്. കാര്യം നമ്മുടെ ഒരു ചെറിയൊരു യൂട്രസ് ഒരു 6 സെൻറ്റിമീറ്റേഴ്സ് ഉള്ളത് ഇറ്റ്സ് ഗോയിങ് അപ്പ് ടു ഒരു 40 സെൻറ്റിമീറ്റേഴ്സ്, അത്രയും ബിഗ് ആവുകയാണ്. അപ്പം അതേപോലെ നമ്മുടെ എല്ലാ ഓർഗൻസും ബോഡിയിൽ അതിനൊക്കെ ബ്ലഡ് ഫ്ലോയും ഹാർട്ടിലെ ചേഞ്ചസും മസിലിലെ ചേഞ്ചസും എല്ലാം വരും. അപ്പോൾ അതെല്ലാം ബാക്ക് ടു നോർമൽ ആക്കുന്നതിന് കുറച്ച് സഹായിക്കും. ഇത് സ്പീഡപ്പ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതൊരു നാച്ചുറൽ വേ ഓഫ് ഒരു ഹെൽത്തി വേ ഓഫ് ലിവിങ്ങും കൂടെ ആണത്. സാറേ, ഞാൻ അതിൻ്റെ തുടർച്ചയായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പല ആൾക്കാരും ഇപ്പം എസ്പെഷ്യലി ഫീമെയിൽസ് ആണെങ്കിൽ വളരെ യങ് സ്റ്റേജിൽ തന്നെ പല പല വേദനകൾ, പല പല അസുഖങ്ങൾ. അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പണ്ടൊക്കെ എൻ്റെ അമ്മൂമ്മയ്ക്ക് എന്തോരം ജോലി ചെയ്തിരുന്നു, ഇപ്പോഴായി കുട്ടികളോട് എന്ത് പറഞ്ഞാലും. എന്താണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? ഒരു കാരണം ഞാൻ പറയാം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. നമ്മൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. നമ്മുടെ കഴുത്തിനകത്തോട്ടൊരു വളവുണ്ട്, നട്ടലിനകത്തോട്ടൊരു വളവുണ്ട്, പാദത്തിനും ഒരു ആർച്ചുണ്ട്. എന്തിനാണ് നമ്മുടെ ബോഡിയുടെ ഇങ്ങനെ ഒരു ആർക്കിടെക്റ്റ് വന്നിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്? ഹെഡിൻ്റെ വെയിറ്റ് ഡീവിയേറ്റ് ചെയ്ത് പോകാനാണ് ഈ സെർവിക്കൽ ലോഡോസസ് തന്നിരിക്കുന്നത്. ട്രങ്കിൻ്റെ വെയിറ്റ്, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് ഡീവിയേറ്റ് ചെയ്ത് പോകാനാണ് ലംബാർ ലോഡോസസ് എന്ന്. നമ്മുടെ ഹോൾ ബോഡിയുടെ വെയിറ്റ് എർത്തിലോട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകാനാണ് പ്ലാന്റാർ ആർച്ച് എന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 3 വയസ്സ് മുതൽ UKG കുട്ടികളെ പറയാം നമ്മൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. മൊബൈലൊന്നും നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പം മൊബൈലും കൂടെ ആയപ്പോഴത്തേക്ക് അവർ ഫുൾ ടൈം ഇത്രയൊരു 2 വയസ്സാവണതിനും പിന്നെ കുട്ടികളുടെ നട്ടലിൻ്റെ പോസ്റ്റർ ഇതാണ് മുമ്പിലോട്ട്. ഇതിന് നേരെ എങ്ങനെയാണോ നമ്മുടെ ബോഡിയുടെ ആർക്കിടെക്റ്റ് അതിന് നേരെ 5 വയസ്സാവണതിന് മുമ്പ് 3 വയസ്സ് മുതൽ തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇരുത്താൻ തുടങ്ങും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പണ്ടുള്ളവർ പറയും പല കട്ടിൽ നീണ്ടു നിവർന്ന് കിടന്നു കഴിഞ്ഞാൽ തന്നെ നട്ടലിൻ്റെ വേദന വരത്തില്ല. കാര്യം ഇതാണ്, കിടക്കുന്ന സമയത്ത് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ പൊസിഷൻ നോക്കുക, വളരെ സോഫ്റ്റാണ്. കിടക്കുന്ന സമയത്ത് നട്ടല് ലാക്സ് ആയിട്ടായിരിക്കുന്നു. അപ്പോൾ നട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്ന പേശികൾ, നട്ടലിൻ്റെ അസ്ഥികൾക്കിടയ്ക്കുള്ള ഡിസ്ക്, നട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്ന പേശികൾ, ഇവയ്ക്കൊക്കെ ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ മോണിറ്റർ കണ്ണിൻ്റെ ലെവലിൽ വെക്കണം. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഇല്ലേ? അതുപോലെ തന്നെ ഇപ്പം ടെന്നീസ് എൽബോ, ഗോൾഫോസ് എൽബോ, ഇതെല്ലാം അതുപോലെ തന്നെ റിട്ടോകാൽക്കനൽ ബേഴ്സൈറ്റിസ്, ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം നമ്മളിപ്പം പറയുന്നത് നമ്മുടെ ആഹാര രീതിയും ജീവിത രീതി, ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഈ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ പല പ്രശ്നങ്ങളും മാറും. ഇപ്പോൾ കഴുത്ത് വേദന 20 വയസ്സുള്ള ഇപ്പോൾ എൻട്രൻസ് കുഞ്ഞുങ്ങൾ 18 മണിക്കൂർ വരെ ഇങ്ങനെ ആയിരിക്കുന്നത്. കഴുത്ത് വേദനയായിട്ടാണ് ഈ +2 പഠിക്കുന്ന കുട്ടി വരുന്നത്. പലപ്പോഴും നമ്മളൊരു MRI നോക്കാൻ നേരം നല്ല ഡിസ്ക് പ്രോബ്ലം ആയിരിക്കും. അൺഡ്യൂ ആൻഡ് അൺഅക്കസ്റ്റംഡ് സ്ട്രെയിൻ ആണ് കഴുത്തിന്. അതുപോലെ തന്നെ നടുവേദന, അതുപോലെ തന്നെ കാലിലോട്ടുള്ള റേഡിയേറ്റിംഗ്, ഇനാക്ടിവിറ്റി, എക്സസൈസ് ഇല്ല, ഒത്തിരി സമയം നമ്മൾ ബാക്ക് പോസ്റ്ററിലിരിക്കുന്നു, ഇതെല്ലാം നല്ലത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കിടക്കുന്ന സമയത്തെങ്കിലും പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. കറക്റ്റായിട്ടുള്ള റെഗുലർ എക്സസൈസ് സ്പൈന് ചെയ്തിരിക്കണം. നല്ല ആഹാരം, നല്ല ഫ്രൂട്ട്സും നല്ല വെജിറ്റബിൾസും കഴിക്കുക. ചിക്കൻ മട്ടനൊക്കെ കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതെല്ലാം ഹിതവും മിതമായിരിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാലറിക്ക് ആവശ്യമാണ്. ഇപ്പം രണ്ട് തരത്തിൽ അസുഖം കാണും. ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടും അസുഖം വരും, ഒത്തിരി ഭക്ഷണം ഉള്ളിടത്തും അസുഖം വരും. ദാരിദ്ര്യം ഉള്ളിടത്ത് ഭക്ഷണം ഇല്ലാത്ത തരത്തിലുള്ള അസുഖം, ഒരുപാട് ഭക്ഷണം ഉള്ളിടത്ത് അധിക ആഹാരം കഴിച്ചതിൻ്റെ ഉള്ള ഒബേസിറ്റി ഉള്ളത്. അതെ, എന്നാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചികിത്സയും പരസ്യവും കാണുന്നത് ഒബേസിറ്റിക്കാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ ഒരു 40 ഇയേഴ്സ് വരെയുള്ള സ്ത്രീകളൊക്കെ ഏറ്റവും കൂടുതൽ
വറി ചെയ്യുന്നത് ഇപ്പോൾ അവരുടെ ഒബീസിറ്റിയാണ്. നമ്മളൊരു കാര്യം കേൾക്കണം. ഇപ്പം നമ്മൾ ബേക്കറി പാൻഡമിക്കിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഒബീസിറ്റി പാൻഡമിക് എന്നാണ്. ഇറ്റ്സ് പാൻഡമിക് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഒരു സ്പൂൺ മയോണൈസ് കഴിക്കുന്ന സമയത്ത് 2 പ്ലേറ്റ് ചോറ് തിന്നണതിൻ്റെ കാലറി വരിക. ഒരു സ്പൂൺ മയോണൈസ്. ഇപ്പം നമ്മളിപ്പോൾ ചെന്നിപ്പോൾ തന്നെ ഇപ്പം ഒരുപാട് ഹോട്ടലുകൾ ചീത്ത ആഹാരങ്ങളായതുകൊണ്ട് വിൽക്കുന്ന മരണം വരെ സംഭവിക്കുന്നു. ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം അജ്ഞാതമായിട്ടുള്ള ആഹാരം. എൻ്റെ സന്ദേശം ഇതാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ ജ്ഞാതമാണ്, അതിലെന്തൊക്കെ ചേരുന്നു നമ്മൾ അറിയും. അജ്ഞാതമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ വരുന്ന അപകടങ്ങളാണിത്. ഇപ്പം ഒരുപാട് യാത്ര ചെയ്യുന്നവർക്ക് പുറത്തുനിന്ന് ആഹാരം കഴിക്കാതിരിക്കാനും പറ്റില്ല. പക്ഷെ അതിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാം ഒരു പരിധിക്കപ്പുറം വിട്ടു പോകുന്നതുകൊണ്ട് ഒരുപാട് കാലറിയുള്ള ഫുഡ്, ഒരുപാട് ജങ്ക് ഫുഡ്സ്, ഒരുപാട് ഇപ്പോൾ ഒരു ബോട്ടിൽ സോഫ്റ്റ് ഡ്രിങ്ക് നമ്മൾ കഴിക്കുന്നു. എന്തുമാത്രം കാലറിയാണ് നമ്മുടെ ശരീരത്തിൽ. അതിനു വേണ്ടിയുള്ള വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബോഡി കംപ്ലീറ്റ് അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എക്സ്ട്രാ അതുകൊണ്ട് വണ്ണം കൂടുന്നുണ്ടുള്ള അസുഖം. ഒരു 30 വയസ്സാവണതിനുമ്പോൾ മുട്ടിന് തേയ്മാനായി, ആങ്കിൾ ഒബേസിറ്റി ഉണ്ട്. ഒബേസിറ്റി ട്രീറ്റ്മെൻറ്റ്, നല്ല ആഹാര രീതി, നമ്മളെ ജീവിത രീതി, പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് നമ്മൾ പറയുന്നത് നല്ല ആഹാര രീതി, നല്ല ജീവിത രീതി. ഔഷധം അന്നം വിഹാരാണോ ഉപയോഗം സുഖാവകം, അതാണ് ആചാര്യം പറഞ്ഞത്. ഔഷധം കറക്റ്റായിരിക്കണം, ആഹാരം കറക്റ്റായിരിക്കണം, നമ്മൾ ചെയ്യുന്ന എക്സസൈസ് കറക്റ്റായിരിക്കണം. ഇത് 3ഉം കറക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ വരത്തില്ല. നമ്മുടെ ശരീരം പെർഫെക്റ്റായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. പണ്ടുള്ള അമ്മൂമ്മമാർ, പക്ഷേ ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയെ അടുക്കളയിൽ സഹായിക്കുന്ന സമയത്ത് അരി ഇടിച്ചു കൊടുക്കും. എന്ത് എക്സസൈസാണ്! ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അരി ഇടിക്കാനോ അരി അരയ്ക്കാനോ അല്ലെങ്കിൽ അമ്മിക്കല്ല് വെച്ച് അരയ്ക്കാനോ അടുക്കളയിലെ എക്സസൈസ് എന്ന് പറയുന്നത് തന്നെ നല്ല എക്സസൈസാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയപ്പോൾ അതനുസരിച്ചുള്ള ആഹാരം, ഹൈ കാലറി ആഹാരത്തിലോട്ട് പോകുന്നു, അതനുസരിച്ചുള്ള എക്സസൈസുകളില്ല. പണ്ട് കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന സമയത്ത്, ഞങ്ങളൊക്കെ സ്കൂളിൽ പോണ സമയത്ത് ഒരു കർഷകൻ്റെ ജോലി മൊത്തം ചെയ്തിട്ടാണ് സ്കൂളിൽ പോണത്. ഇപ്പം നമ്മൾ 100 രൂപയുടെ ഫുഡ് കഴിക്കും, 1000 രൂപ ജിമ്മിൽ കൊടുക്കും. അതാണ് അവസ്ഥ. അത് കറക്റ്റായിട്ട് പോയാൽ അത്രയും നല്ലതെന്ന് പറയാം. ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയൂ മാഡം. എൻ്റെ കല്യാണം 93-ൽ. പിന്നെ എനിക്ക് 2 ആൺകുട്ടികളാണ് ഉള്ളത്. മൂത്ത ആൾ ഇപ്പം ഓർത്തോയിൽ PG ഇപ്പോൾ ഫൈനൽ ഇയർ. മോന് ഇളയാൾ MBBS ഫൈനൽ ഇയർ പഠിക്കുന്നത്. ഇപ്പോൾ മൂത്തമോൻ്റെ കല്യാണം കഴിച്ചു. മൂത്തമോൻ കല്യാണം കഴിച്ചു. മരുമകൾ ഡോക്ടർ ഗംഗ. മൂത്തമോൻ്റെ പേര് ജയകൃഷ്ണ. മരുമകൾ എൻ്റെ സ്റ്റുഡൻ്റായിട്ട് തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ ഗൈനിക് PT ആയിട്ട് ചെയ്യുന്നു. എന്തായാലും മാധവീയത്തിന് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും പലരുടെയും അസുഖങ്ങൾക്കും നിത്യവേദനകൾക്കും ശാന്തിയേകാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.